ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. MG ശ്രീകുമാർ വേടൻ ആരാണെന്ന് അറിയില്ലെന്ന് പറഞ്ഞു. അതിനുശേഷം MG ശ്രീകുമാറിനെതിരെ ഭയങ്കര സൈബർ അറ്റാക്ക് ആണ്. പുള്ളിക്കാരന്റെ ഫേസ്ബുക്ക് വരെ തെറിവിളിയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ദിവസം മുന്നെയാണ് ഈ വേടന്റെ ആ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നത്. ആ സമയത്ത് 24 ന്യൂസുകാർ MG ശ്രീകുമാറിനെ വിളിക്കുകയും MG ശ്രീകുമാറിന്റെ ഒരു ഒപ്പീനിയൻ ചോദിക്കുകയും ചെയ്തു. അപ്പോൾ വേടൻ ആരാണെന്ന് അറിയില്ല എന്നൊരു തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് MG ശ്രീകുമാർ പറഞ്ഞു. അതിനുശേഷമാണ് ഈ ഒരു തെറിവിളി പുള്ളി ഫേസ്ബുക്കിൽ തുടരുമിന്റെ ഒരു പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്, അതിനകത്ത് പാട്ടൊക്കെ പാടിയിട്ടുണ്ടല്ലോ. അന്നേരം അതിന്റെ അടിയിൽ വരെ പോയിട്ട് പക്കാ തെറിവിളിയാണ്. എന്താണെങ്കിലും MG അണ്ണൻ വേടനെ പറ്റി പറഞ്ഞ ആ ഒരു സംഭവം ഞാനൊന്ന് വെക്കാം. സംഗീതത്തെയും വേടന്റെ സ്റ്റേജിലുള്ള പെർഫോമൻസിനെയും ഒക്കെ ഈ ഒരു ഒറ്റ സംഭവത്തിന്റെ വെളിച്ചത്തിലാണോ നമ്മൾ വിലയിരുത്തേണ്ടത്? അങ്ങനെ ഒരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? കാരണം 2-3 കാര്യങ്ങൾ പറയാം. എനിക്ക് ഈ വേടൻ എന്ന് പറഞ്ഞ ആളിനെ എനിക്ക് അറിഞ്ഞൂടാ. ഒന്ന്. രണ്ടാമത് അദ്ദേഹത്തിന്റെ എന്താണ് സ്റ്റേജ് ഷോസ് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എനിക്ക് അതിനെപ്പറ്റി അങ്ങനെ ഒരു വിലയിരുത്താൻ ഞാൻ ആളല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, സ്വയം നന്നാകുക എന്നുള്ളതല്ലാതെ നമുക്ക് ആരും നന്നാക്കാൻ പറ്റില്ല. കാരണം ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചാണ്. കാരണം ഞാനും ദാസേട്ടനുമായിട്ട് സംസാരിക്കാറുണ്ട്. അപ്പോൾ എല്ലാം അദ്ദേഹം ഈ പ്രായത്തിലും അദ്ദേഹം ക്ലാസിക്കൽ മ്യൂസിക് വെളുപ്പിന് 4 മണിക്ക് എണീറ്റ് അമേരിക്കയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് വളർന്നതാണ് ഞാൻ. അപ്പോൾ എനിക്കൊന്നും അത് പറയാൻ പറ്റില്ല. ഇവരൊക്കെ ആരാണെന്നോ എന്താണെന്നോ എനിക്ക് അറിഞ്ഞില്ല. അതാണ് എന്റെ സത്യം. ഇതാണ് പുള്ളി പറഞ്ഞത്. വേടൻ ആരാണെന്നോ എന്താണെന്നോ അറിയില്ല, ഇത്രേ പറഞ്ഞോളൂ. ഇതൊരു തെറ്റാണോ? എനിക്ക് കേട്ടിട്ട് തെറ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല. വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ അറിയാത്ത ഒരുപാട് പേരുണ്ട്. ഈ ഒരു കേസ് വന്നതിന് ശേഷം വേടനെ അറിഞ്ഞ ഒരുപാട് പേരുണ്ട്. എന്നാൽ പിന്നെ ചോദിക്കാം, ഇവരൊക്കെ മ്യൂസിക് ഫീൽഡ് നിൽക്കുന്നവരല്ലേ, അപ്പൊ പിന്നെ ഇവരേക്ക് അറിയണ്ടേന്ന്. വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മ്യൂസിക്കും MG ശ്രീകുമാറിന്റെ മ്യൂസിക്കും തമ്മിൽ രാപകൽ വ്യത്യാസമാണ്. വേടൻ ഒരു റാപ്പ് സിംഗറാണ്. MG ശ്രീകുമാറിന്റെ മ്യൂസിക് ജോണറും വേറെ ഒരു ടൈപ്പാണ്. നമ്മളൊക്കെ കേട്ട് വളർന്ന പാട്ടുകൾ MG ശ്രീകുമാറിന്റെയും ചിത്ര ചേച്ചിയുടെയും ദാസേട്ടന്റെ ഒക്കെയാണ്. ഈ ഒരു റാപ്പ് എന്ന് പറയുന്ന ഒരു സോങ് ജോണർ നമ്മുടെ നാട്ടിലോട്ട് വന്നിട്ട് എത്ര നാളായി? പക്ഷെ മറ്റേ സോങ് ഒക്കെ ഒരുപാട് വർഷങ്ങളായിട്ടുണ്ട്. അപ്പം പുതുതായിട്ട് വന്ന ആളുകളെ ഒന്നും ഇവർക്ക് അറിയണമെന്നില്ല. എല്ലാവരും അറിഞ്ഞിരിക്കാമെന്നൊന്നും എങ്ങും പറഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ ആരും. പിന്നെ വേറൊരു രീതി ചിന്തിക്കുവാണെങ്കിൽ കഞ്ചാവ് കേസിൽ പിടിച്ച ഒരാളെ അറിയാമെന്ന് പറയുന്നത് തന്നെ ഷെയിം ആയിട്ട് കാണുന്ന സിംഗേഴ്സ് ഉണ്ടാവും. അതിന്റെ പേര് ചിലപ്പം കണ്ടിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിലും അറിയില്ലെന്ന് പറയാം. അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. പേഴ്സണലി ചിലപ്പോൾ ഇവർ തമ്മിൽ ഒരു തരത്തിലും കോണ്ടാക്ട് ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പം പുള്ളിയുടെ ഒപ്പീനിയൻ പറഞ്ഞു. അത് കേട്ടിട്ട് ഈ വേടന്റെ ഫാൻസ് ആയിട്ടുള്ള ആളുകൾ പോയിട്ട് അയാളെ തെറി വിളിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ശരിക്കും ഇതല്ലേ ബാഡ് ഇൻഫ്ലുവൻസ്? ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടില്ല, അറിയില്ലെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് ഇത്രയും വലിയ അപമാനമാവുമോ? ഈ തെറി വിളിക്കുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കണം, വേടന്റെ പ്രായത്തെക്കാൾ കൂടുതലാണ് ഇയാളുടെ മ്യൂസിക് എക്സ്പീരിയൻസ്. MG ശ്രീകുമാർ ഇത്രയും നാള് പാടിയ പാട്ടിനെ വരെ കുറ്റം പറയുന്ന രീതിയിൽ, അയാളുടെ സൗണ്ടിനെ കുറ്റം പറയുന്ന രീതിയിലാണ് ഓരോരുത്തരും വന്നിട്ട് ഓരോ കമന്റ് ഇടുന്നത്. അത്രയും മോശമായിട്ടുള്ള കമന്റ് ആണ് ഇടുന്നത്. ഇതുപോലെ വേറെ സംഭവം നടന്നിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് റഷ്യൻ ടെന്നീസ് താരമായിട്ടുള്ള മരിയ ഷറപ്പോവ സച്ചിൻ ടെണ്ടുൽക്കർ ആരാണെന്ന് പുള്ളി അറിയത്തില്ലെന്ന് ഒരു ഇന്റർവ്യൂവിൽ പറയുണ്ടായി. ആ ഒരു ക്ലിപ്പ് ഭയങ്കരമായിട്ട് വൈറലായി. ഭയങ്കരമായിട്ട് വൈറലായി, ന്യൂസ് വരായി. ഇതിനുശേഷം ഈ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ മരിയ ഷറപ്പോവയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിൽ പോയിട്ട് തെറിവിളിയാണ്. എന്തിനാണ് അവരെ തെറിവിളിക്കുന്നത്? റഷ്യ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ക്രിക്കറ്റ് അത്ര ഫേമസ് അല്ല. മരിയ ഷറപ്പോവ ഒരു ടെന്നീസ് പ്ലെയർ ആണ്. അവർക്ക് ചിലപ്പം അറിയണമെന്നില്ല. സച്ചിൻ നമുക്ക് എല്ലാവർക്കും ദൈവമായിരിക്കും, ക്രിക്കറ്റിന്റെ ഗോഡായിരിക്കും. പക്ഷെ അവർക്ക് ഗോഡാവണമെന്നില്ല. നമ്മുടെ ഇവിടത്തുള്ള ഗോഡിനെ മറ്റേ രാജ്യത്തുള്ള ആളുകൾ അറിയണമെന്നില്ല. സോ അതുപോലെ തന്നെ ഉള്ളു ഇതും. അല്ലാതെ ഒരാൾ അറിയില്ലെന്ന് പറഞ്ഞതിന്റെ പേരിൽ പോയി തെറിവിളിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറും വൃത്തികെട്ട പരിപാടിയാണ്. ഞാൻ വേറൊരു വീഡിയോടെ കാണിച്ചു തരാം, നിങ്ങൾ ഇതുകൂടെ ഒന്ന് കാണും. വേടനെ ഇഷ്ടമാണോ? ഇയാൾക്ക് ഇഷ്ടമാണോ? അപ്പൊ വേടന്റെ അടുത്ത് എന്തെങ്കിലും പറയാൻ ഒരു അവസരം തരുവാണെങ്കിൽ എന്താ? പാട്ടുകാരൻ മറ്റേ കഞ്ചാവ് കേസ് പിടിച്ചെന്ന് പറഞ്ഞപ്പോഴാണ് ആ പെങ്കൊച്ചിന് തന്നെ ആളെ മനസ്സിലായത്. ബാക്കി കേൾക്കാം. നല്ല പണിക്കും പോവാം. പുള്ളിക്കാരൻ ചെയ്യുന്നത് പണിയല്ലെന്നാണ്. വേടനെ ഇഷ്ടമാണോ? ഇഷ്ടമാണോ വേടനെ? ഇഷ്ടമല്ല. അടിപൊളി. ഇഷ്ടമാണ്. അപ്പം നീ അനുകൂലിക്കുന്നില്ല, കുറെ അനുകൂലിക്കുന്നുണ്ട്. വേടനെ അറിയോ? സിംഗർ ഇപ്പൊ കഞ്ചാവ് കേട്ട് പിടിച്ചു, അറിയില്ല? കേട്ടല്ലോ, ഇവര് പുതിയ തലമുറയിൽപ്പെട്ട ആളുകളാണ്. ആ കൂട്ടത്തിലും വേടനെ അറിയാത്ത ആളുകളുണ്ട്. വേടന്റെ ഏറ്റവും കൂടുതൽ ഫാൻസ് ആയിട്ടുള്ളത് ഇന്നത്തെ തലമുറ, പ്രത്യേകിച്ച് 2K കിഡ്സ് ആണ് അല്ലെ. അവരുടെ കൂട്ടത്തിലും വേടനെ അറിയാത്ത ആളുകളുണ്ട്. കാര്യം വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു പ്രൈമായിട്ടുള്ള ഒരു ഗ്രോയിങ് സ്റ്റേജിലാണ്. ഇനി നാളെ ഇദ്ദേഹത്തെ കൂടുതൽ പേര് അറിയും. ഈ ഒരു കേസ് വന്നതിന്റെ പേര് നല്ലൊരു എക്സ്പോഷർ പുള്ളി കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തേക്കാൾ കൂടുതൽ ആൾക്കാർ ഇപ്പൊ അറിയാന്ന് പറയും. അപ്പം ഒരാളെ അറിയാതിരിക്കുക എന്ന് പറയുന്നത് വലിയ തെറ്റൊന്നും അല്ല. ഞാനൊരു റാപ്പറിന്റെ പേര് പറയാം, എത്ര പേർക്ക് അറിയാവും നിങ്ങളെന്ന് പറ. ലിൽ പയ്യൻ.
എത്ര പേർക്ക് അറിയാം ഈ റാപ്പറിനെ? ചിലപ്പോൾ ഈ റാപ്പ് സോങ് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ഈ പയ്യനെ അറിയത്തുള്ളൂ. ലിൽ പയ്യൻ എന്നാണ് പുള്ളിയുടെ അപരനാമം, യഥാർത്ഥ പേരെയും എനിക്കും അറിയില്ല. ഒരു തവണ പുള്ളിയുടെ ഒരു ഷോ ഞാൻ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് അടുത്തിരിക്കുന്ന ആളുകളൊക്കെ വന്നിട്ട് ചോദിക്കും, ഇവൻ എന്ത് പാട്ടാണ് പാടുന്നത്, ഇവർ എന്തുവാ പാടുന്നത്? കാര്യം എന്ന് പറഞ്ഞാൽ പഴയ ജനറേഷനിൽപ്പെട്ട ആളുകൾക്ക് ഈ പറയുന്ന ലിൽ പയ്യനെ പോലുള്ള ആളുകളുടെ റാപ്പ് സോങ് ദഹിക്കില്ല. ലിറ്ററലി അവരിങ്ങനെ നിൽക്കാണ്, എന്താണ് ഇവൻ പാടുന്നത്? അതാണ് പറഞ്ഞത്, പഴയ തലമുറയിൽപ്പെട്ട പല ആൾക്കാരുടെ ചോദിച്ചു കഴിഞ്ഞാൽ വേടൻ ആരാന്ന് അറിയത്തില്ല, അല്ല ബാലരമയ്ക്കകത്ത കഥാപാത്രമാണെന്നൊക്കെയാണ് അവർ പറഞ്ഞു കളയും. ഒന്നെങ്കിൽ ഈ പറയുന്ന MG ശ്രീകുമാറിന് ഇപ്പം നടക്കുന്ന പുതിയ തലമുറയിൽപ്പെട്ട ഗായകരെ ആരെയും അറിയത്തില്ല. അതായിരിക്കാം മെയിൻ ആയിട്ട് പറയാനുള്ള റീസൺ. ഈ കേസ് വന്നപ്പോഴായിരിക്കും പുള്ളിയും ഇദ്ദേഹത്തെ പറ്റി കേൾക്കുന്നത്. കുറ്റം പറയാൻ പറ്റില്ല. അതിനുശേഷം ഈ MG ശ്രീകുമാറിനെതിരെ വരുന്ന ഏറ്റവും വലിയൊരു ആരോപണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേടൻ ഒരു താഴ്ന്ന ജാതിപ്പെട്ട ഒരു വ്യക്തിയാണ്, MG ശ്രീകുമാർ അതുകൊണ്ടാണ് ഉന്നത കുലജാതൻ ആയതുകൊണ്ടാണ് അറിയില്ല എന്ന് പറയുന്നത്. MG ശ്രീകുമാറിന്റെ ഒരു ക്ലിപ്പ് ഞാൻ അവിടെ പ്ലേ ചെയ്യാം, നിങ്ങളൊന്ന് കാണുക. ആ ഒരു ഇന്റർവ്യൂ, ആ ഒരു ഫോൺ കോളിൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ അതോടെ ഒന്ന് കേട്ടു നോക്കും. നമുക്ക് ഞാൻ എന്റെ വീടിന്റെ ഓരോ മൺതരികളും തന്നിരിക്കുന്നത് എല്ലാ മതസ്ഥരോടെ ചേർന്നാണ്. കാരണം എല്ലാവരുടെയും പാട്ടുകൾ പാടിയിട്ടാണ് എനിക്ക് ഇന്ന് ഈ നിലയിൽ നിൽക്കാൻ സാധിക്കുന്നത്. കാരണം കുറെ ഇപ്പൊ തന്നെ ഈ പുതിയതായിട്ട് ഇറങ്ങിയ സിനിമയിൽ കൂടെ പാടാൻ സാധിച്ചത് ഞാൻ എന്റെ അർപ്പണ മനോഭാവവും ആത്മവിശ്വാസവും ഡെഡിക്കേഷൻ ടു ദ മ്യൂസിക്, കാരണം സംഗീതത്തോടുള്ള അർപ്പണ മനോഭാവം കൊണ്ടാണ്. കാരണം ഞാനിപ്പം ഈ ഇതുപോലത്തെ ലഹരി പദാർത്ഥങ്ങൾ അടിച്ചുകൊണ്ട് ഞാൻ പാടുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും, ആൾക്കാർക്ക് മനസ്സിലാവും അത് നമ്മൾ ഇത്രയും വർഷം കെട്ടിപ്പടുക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ആരാധിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഒരു വെറുപ്പായിട്ട് മാറും. അപ്പോൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. പുള്ളി എല്ലാ മതസ്ഥരുടെയും പാട്ട് പാടാറുണ്ട്. പുള്ളിക്ക് ഇങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരിക്കലും പാടത്തില്ല. ഈ വേടന്റെ കേസിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങിയ ഒരു കാർഡാണ് ജാതിക്കാർഡ്. ഇവിടെ ആരും വേടന്റെ ജാതി ചോദിച്ചിട്ടില്ല, ആരും വേടന്റെ ജാതിയെ നോക്കി ഈ ഒരു കേസുമായിട്ട് കണക്ട് ചെയ്തിട്ടില്ല. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് ഒരു കഞ്ചാവ് കേസിൽ പുള്ളിയെ പിടിച്ച സമയത്ത് അവനെ കുടുക്കിയതാണ് അവന്റെ ജാതി കാരണമാണ് എന്നുള്ള തരത്തിലൊക്കെ ഭയങ്കര രീതിയിലുള്ള ഇതാണ് വന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മളൊക്കെ വലിയൊരു മാറ്റത്തിലൂടെയാണ് കടന്നു പോകുന്നത്. 1950-ലോ 60-ലോ ഒന്നും അല്ല ജീവിക്കുന്നത്, 2025-ആയി. ജാതിയുടെ പേര് പറഞ്ഞ് കളിയാക്കുന്നവനെ സമൂഹത്തിന്റെ മുന്നോട്ട് ഇട്ടുകൊടുത്ത് അവൻ അവിടെ തീർന്നു, അവനെ വലിച്ചു കീറും ബാക്കി എല്ലാവരും കൂടെ. അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ നമ്മുടെ നാട്ടിൽ ഇപ്പോ ഉണ്ടാവാം, ഇല്ലെന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറിയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പലരും ഉണ്ടെങ്കിൽ തന്നെ മനസ്സിൽ വെച്ചോണ്ടിരിക്കത്തേ ഉള്ളൂ, പുറത്തു പറയാൻ പേടിയാണ്. കാര്യം നമ്മൾ ആളുകൾ മാറി ചിന്തിച്ചു തുടങ്ങി. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് തന്നെയാണ് ഇവരുടെ ജാതി പേര് പറഞ്ഞ് മുന്നോട്ട് വരുന്നത്. ഞാൻ ഇന്ന ജാതിയിൽപ്പെട്ട ആളാണ് എന്നും പറഞ്ഞ് മുന്നോട്ട് വരുന്നു. ആരും അവന്റെ ജാതി ചോദിക്കുകയോ അവനെ കളിയാക്കുകയോ ചെയ്തില്ലെങ്കിൽ പോലും ഞാൻ ഇന്ന ഒരു ജാതിയിൽപ്പെട്ടവനാണ് എന്ന് പറഞ്ഞ് ആ ഒരു കാർഡ് ഇറക്കിക്കൊണ്ട് വരുന്നത് ആ ഒരു പർട്ടിക്കുലർ ജാതിയിൽപ്പെട്ട വ്യക്തി തന്നെയാണ്. ലിറ്ററലി അവർ ആ ഒരു സാധനത്തെ പലപ്പോഴും മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഇന്ന ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിപ്പെട്ട ആർക്കെങ്കിലും ഒരു അപകടം എന്തെങ്കിലും ഉണ്ടായാൽ വാർത്ത വരുന്നത് ആ ഒരു കമ്മ്യൂണിറ്റിപ്പെട്ട ആളെ ആക്രമിച്ചു എന്നുള്ള തരത്തിലായിരിക്കും. അവരും ആ രീതിയിലായിരിക്കും കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത്. സോ അവർക്ക് അന്നേരം അറിയാം ഇതിന്റെ ആനുകൂല്യം നല്ല രീതിയിൽ കിട്ടുമെന്ന്. വേടന്റെ കേസ് തന്നെ എടുത്തു നോക്കിയാൽ മനസ്സിലാവും. വേടൻ എങ്ങനെയാണ് പാട്ടുമായിട്ട് മുന്നോട്ട് വന്നത്. പുള്ളിയുടെ ജാതി ഇവിടെ ആരും ചോദിച്ചിട്ടില്ല. പുള്ളി പറഞ്ഞപ്പോഴാണ് പുള്ളി ഇന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നവനാണെന്ന് മനസ്സിലായത്, അല്ലേ? അപ്പം വേടനും ആ ഒരു കാർഡ് ഇറക്കിക്കൊണ്ട് തന്നെയാണ് ഇവിടെ മാർക്കറ്റ് പിടിച്ചെടുത്തത്. എന്തിനു കൂടുതൽ പറയണം, PSC എക്സാമിന് തന്നെ ഈ ഒരു സാധനത്തിന്റെ ആനുകൂല്യത്തിൽ എത്രയോ ആളുകൾ കയറിപ്പോകുന്നുണ്ട്. ഈ സംഭവമൊക്കെ എടുത്ത് കളയേണ്ട സമയം എന്നേ കഴിഞ്ഞുള്ള കാര്യം പറയാമല്ലോ. കുറച്ച് കാര്യങ്ങളുടെ MG എണ്ണം പറയുന്നുണ്ട്, നമുക്ക് അതുകൂടെ കേൾക്കാം. ഈ വലിയൊരു ജനക്കൂട്ടത്തെ ഈ പാട്ടിന്റെ ആവേശത്തിലേക്ക് കൊണ്ടുവരികയും അതൊരു ലഹരിയാക്കി മാറ്റുകയും ചെയ്യുന്നവരാണ്. പക്ഷേ ഇതുപോലെയുള്ള ഓൺ സ്റ്റേജ് പെർഫോമൻസ് അതിഗംഭീരമായി നടത്തുന്ന ആളുകൾക്ക് ലഹരിയുടെ പിൻബലം ആവശ്യമുണ്ടോ? ശ്രീ MG ശ്രീകുമാർ, ഇപ്പോൾ വേടന്റെ വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഞാൻ എന്റെ വ്യക്തിപരമായ കാര്യം പറയുന്നു, മറ്റേ വേടൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, അല്ലെങ്കിൽ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. എന്റെ വ്യക്തിപരമായ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ 45 വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട്. ഞാൻ കേരളത്തിൽ പോകാത്ത സ്ഥലങ്ങളില്ല. കാരണം ഗാനമേളയാണ് എന്റെ അന്നം. വിദേശ രാജ്യങ്ങളിലും സ്വദേശത്തുമായിട്ട് എത്ര ഗാനമേള ചെയ്തിട്ടുണ്ടെന്ന് എനിക്കൊരു കണക്കുമില്ല, അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം. മാത്രമല്ല എന്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കയറി കഴിഞ്ഞാൽ എന്റെ സംഗീതമാണ് എന്റെ ലഹരി. കാരണം കയറി കഴിഞ്ഞാൽ തീരുന്നവരെ ഞാൻ എന്താ പറയുന്നത്, എന്റെ മുമ്പിലിരിക്കുന്ന പ്രേക്ഷകരെ അല്ലെങ്കിൽ ആസ്വാദകരെ രസിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമായിട്ട് വരും. ഇന്ന് വരെയും ഈ 45 വർഷമായിട്ട് 4 ദിവസം മുമ്പുള്ള ഗാനമേള നമ്മുടെ കോഴിക്കോടുണ്ടായിരുന്നു. അതിനുവരെയും ഒരു തുള്ളി ലഹരി ഞാൻ കഴിച്ചിട്ടില്ല, ഇനി അങ്ങോട്ട് കഴിക്കുകയില്ല. സംഗീതമാണ് എന്റെ ലഹരി. അല്ലാതെ ലഹരി കഴിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രോഗ്രാമിന് ഞാൻ ഇന്ന് വരെ ഞാൻ കയറിയിട്ടില്ല. ഞാനെന്നല്ല, എന്റെ ഗുരുനാഥന്മാരാണ് നമ്മുടെ ലഹരി. ഇപ്പൊ ഞാൻ പാടുമ്പം, ഞാൻ പടകാളി ആയാലും അല്ലെന്നുണ്ടെങ്കിൽ വേറെ വേൽമുരുക പാടുമ്പോഴും എനിക്കുണ്ടാകുന്ന ഒരു പവർ, അത് ജനങ്ങൾ അവിടെ നിന്ന് കൈയടിച്ച് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലഹരി, അതാണ് എന്റെ ലഹരി. ഒരിക്കലും എല്ലാ ചെറുപ്പക്കാരോടും ഉള്ള എന്റെ ഒരു വിനീതമായ അഭ്യർത്ഥനയാണ്, ഒരിക്കലും ഈ ലഹരിക്ക് അടിമപ്പെടരുത്. കാരണം വേറൊന്നുമല്ല, നിങ്ങൾ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് ഒരിക്കലും നമ്മളൊരു വേദിയിൽ ഇല്ലെന്നുണ്ടെങ്കിൽ അത് ശീലമാക്കരുത് എന്നുള്ളൊരു ചെറിയ വിനീതമായ അഡ്വൈസ് ആണ്. അത് സ്വയം തീരുമാനിക്കുന്നതാണ് എല്ലാവരും. ഞാൻ അഡ്വൈസ് ചെയ്യാൻ ആളല്ല, ഞാനൊരു പാട്ടുകാരനാണ്. പക്ഷേ എന്റെ ജീവിതം ഇന്ന് വരെ ഒരു തുള്ളി ലഹരി തൊട്ടുകൊണ്ട് വിദേശത്തായാലും സ്വദേശത്തായാലും കഴിഞ്ഞ 4
ദിവസം മുമ്പ് വരെ തുടങ്ങിയിട്ട് ഞാൻ ഏകദേശം 45 വർഷമായി ഇന്ന് വരെ ഞാൻ ചെയ്യത്തില്ല. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. സ്റ്റേജ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ലഹരിയുടെ ആവശ്യമില്ല എന്ന് തെളിയിച്ച് തന്ന ഒരുപാട് ആളുകൾ വന്നുപോയ നാടാണ് നമ്മുടേത്. അപ്പൊ ഈ പച്ചലയോ ഒന്നും അടിച്ചു കയറ്റേണ്ട യാതൊരു ആവശ്യമില്ല. കുറെ വ്യക്തികൾ എന്റെ കമന്റ് സെക്ഷനിൽ കള്ളു കുടിക്കുന്നതിനെ പറ്റി നിനക്കൊന്നും പറയാനില്ലേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പുകവലി, കള്ളുകുടി, ഈ പറയുന്ന കഞ്ചാവോ MDMA ഒന്നും യൂസ് ചെയ്യാത്തൊരു വ്യക്തിയാണ്. ഞാൻ ഇതിനെല്ലാം പക്കാ എതിരാണ്. ഞാൻ ഒരു തരത്തിലും ഈ സാധനത്തിനെ പ്രൊമോട്ട് ചെയ്യില്ല. ഈ ബിവറേജസ് തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് നിരോധിക്കണം എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. ഏറ്റവും അടുത്തൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഈ വീട്ടിലൊക്കെ കല്യാണമൊക്കെ നടക്കുന്ന സമയത്ത് രാത്രിയിൽ നമ്മൾ കുപ്പിയെടുത്ത് കൊടുക്കുന്ന ഒരു ഇടപാടുണ്ട്. അത് പതിവാണ്. എല്ലാ കല്യാണ വീട്ടിലും രാത്രി ആകുമ്പോഴത്തേക്ക് കൂട്ടുകാരോ ബന്ധുക്കളോ എല്ലാവരുടെ വെള്ളമടി ഒരു പരിപാടിയുണ്ട്. ഇവിടെ എൻ്റെ അനിയത്തിയുടെ കല്യാണം നടന്നു. 1 രൂപ പോലും കള്ളിന് വേണ്ടിയിട്ട് ഞാൻ ചെലവാക്കിയിട്ടില്ല. ഞാൻ കൊടുക്കത്തുമില്ല. ഞാൻ മേടിച്ചു കൊടുത്തിട്ട് ഒരു മക്കളും കുടിക്കത്തുമില്ല, വലിക്കത്തുമില്ല. അത് എൻ്റെ തീരുമാനമാണ്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഞാൻ അന്നും ഇന്നും ഈ സാധനത്തിനെതിരാണ്. ഞാൻ ഒരു രീതിയിലും ഇതിന് നാളെ നമ്മുടെ നാട്ടിൽ ഈ കഞ്ചാവ് എന്ന് പറയുന്ന സാധനം ലീഗലൈസ് ചെയ്താൽ പോലും ഞാൻ അതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കത്തില്ല. അതിന് ഏത് കൊമ്പത്തെ മകനാണെങ്കിലും ലഹരി കേസിൽ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാനുള്ളത് പറയും. അതിന് ഏത് മകനാണെങ്കിലും. ഈ പറയുന്ന വേടൻ ബെയിൽ കിട്ടി പുറത്തിറങ്ങിയ സമയത്ത് പുള്ളി തന്നെ പറഞ്ഞു, എനിക്ക് തെറ്റ് പറ്റി, ഞാൻ തിരുത്താൻ ശ്രമിക്കാം, ഇനി ആവർത്തിക്കില്ല എന്നൊക്കെ പുള്ളി തന്നെ ഓൾറെഡി അക്സെപ്റ്റ് ചെയ്തു. എന്നിട്ട് നേരം വെളുക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഫാൻസ് സമ്മതിക്കത്തില്ല. ആർക്ക് ഞാൻ കഞ്ചാവ് വലിയ ഉള്ളൂ, കുഴപ്പമില്ല, വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല, നോർമലൈസ് ചെയ്യാം ഭയങ്കരമായിട്ട്. ഈ അടുത്ത കാലത്തൊന്നും ഒരു കേസിലും ഈ പറയുന്ന പച്ചല അല്ലെങ്കിൽ ഈ ലഹരിയെ ഇത്രയും നോർമലൈസ് ചെയ്ത് കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് ന്യൂസ് ചാനലിൽ അടക്കം നോർമലൈസ് ചെയ്ത് സംസാരിക്കുന്നു. റിപ്പോർട്ടറിൽ അരുൺകുമാറൊക്കെ വന്നിരുന്ന് പറയുന്ന പറച്ചിലിട്ടാണ് എന്റെ കണ്ണ് തള്ളിപ്പോയി. ഇനി ഏതെങ്കിലും കഞ്ചാവ് കേസിൽ നീയൊക്കെ ന്യൂസായിട്ട് വരുമല്ലോ, അന്നേരം നമുക്ക് കാണാം ഇനി അരുൺകുമാർ ഈ നിലപാട് തന്നെ നിൽക്കുമെന്ന്. എനിക്ക് അന്നൊന്ന് കാണണം. ഈ ഒരു നിലപാടിൽ തന്നെ നിൽക്കുന്നു. അരുൺകുമാർ പറയുന്നുണ്ടായിരുന്നു അവർ 9 പേരാണുള്ളത്, 6 ഗ്രാം കഞ്ചാവാണ് പിടിച്ചത്. 6-7 9 നോക്കിയാൽ പോലും 1 ഗ്രാം പോലും വെച്ച് ഒരാൾക്ക് യൂസ് ചെയ്യേണ്ട വരത്തില്ല. ഇങ്ങനൊക്കെ രീതിയിലവിടെ അതിനെ ന്യായീകരിക്കുക, നോർമലൈസ് ചെയ്തത് ഒന്ന് ആലോചിച്ച് നോക്കണേ. വേടൻ തന്നെ വന്ന് പറയുന്നു, എന്നെ ഫോളോ ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്, ഇത് ബാഡ് ഇൻഫ്ലുവൻസ് ആണ്, ഞാൻ അവരിലോട്ട് ചെലുത്തുന്നത് ബാഡ് ഇൻഫ്ലുവൻസ് ആണെന്ന് പുള്ളി തന്നെ പച്ചയ്ക്ക് പറയുന്നുണ്ട്. ഞാൻ വീഡിയോ എന്തായാലും വെക്കുന്നില്ല, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. പച്ചയ്ക്ക് പറയുന്നുണ്ട്. അതിനെ ആവർത്തിക്കത്തില്ലെന്ന് പുള്ളി തന്നെ എടുത്തു പറയുന്നു. തെറ്റ് പറ്റി എന്ന് എടുത്തു തന്നെ പറയുന്നു. പക്ഷെ എന്നിട്ടും സമ്മതിക്കുന്നില്ല ഇവിടെ പലരും. വേടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, വേടനെ കുടുക്കിയതാണ്. എന്നിട്ട് വേറെ ചിലർ പറയുന്നത് പുലിപ്പല്ല് കേസിലും കുടുക്കിയതാണെന്ന്. ഓക്കെ, പുലിപ്പല്ല് കേസിൽ കുടുക്കിയത് തന്നെയാണ്. ഞാനും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഞാനും അങ്ങനെ എന്റെ മുമ്പിലത്തെ വീഡിയോയിലും പറയുന്നത് അവരെ കുടുക്കിയത് തന്നെയാണ്. വേടനെ കുടുക്കിയതാണ്. 100% ഉറപ്പിച്ച് പറയാൻ വേടനെ കുടുക്കിയതാണ്. അല്ലെ, കുടുക്കാൻ വേണ്ടിയിട്ട് അവസരം ഉണ്ടാക്കിയത് ആരാണ്? വേടൻ തന്നെയല്ലേ. അല്ലാതെ അവര് വെറുതെ വന്ന് കുടുക്കിയതല്ലല്ലോ. ഇത്രയും വിപ്ലവം സംസാരിക്കുന്ന പുള്ളിക്ക് അറിയില്ലേ ഈ ഇങ്ങനെ ഒരു സാധനം കഴുത്തി തൂക്കിക്കൊണ്ടിട്ട് ഷോ ഓഫ് കാണിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന്. അപ്പോ കുടുക്കാൻ വേണ്ടിയിട്ട് നിന്നു കൊടുത്തത് വേടനാണ്. അന്നേരം നമുക്ക് അവിടെയും ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റത്തില്ല. ആ ഒരു കേസിലും തെറ്റാണ്. 2 കേസും തെറ്റാണ്. ഒരു 3 കൊല്ലം മുമ്പ് വേടനെതിരെ ഒരു ലൈംഗിക കേസ് ഉണ്ടായിരുന്നു. അന്ന് പുള്ളി തെറ്റ് പറ്റിപ്പോയെന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ പോസ്റ്റ് ഞാൻ വെക്കാം, ഞാൻ വായിക്കാൻ ഞാൻ നിൽക്കുന്നില്ല. ഇതാണ് ആ ഒരു പോസ്റ്റിനകത്ത് പുള്ളി പറയുന്നത് തെറ്റ് പറ്റിപ്പോയി, ഞാൻ ഇനി ആവർത്തിക്കില്ല എന്നുള്ള തരത്തിലാണ് പുള്ളി അതിനകത്തും പറഞ്ഞു വെക്കുന്നത്. സെയിം ഡയലോഗ് തന്നെയാണ് ഇപ്പൊ ഇറങ്ങിയിട്ടും പറയുന്നത്, തെറ്റ് പറ്റിപ്പോയി, ഞാൻ ഇനി ആവർത്തിക്കില്ല. പുള്ളിക്ക് പറ്റിയ തെറ്റ് അത് തെറ്റാണെന്ന് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് നല്ല കാര്യം, അതിനെ അപ്രിഷിയേറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷെ എനിക്കിവിടെ പറയാനുള്ളത്, എന്ത് തെറ്റ് ചെയ്തിട്ടും വന്നിട്ട് എനിക്ക് തെറ്റ് പറ്റിപ്പോയി എന്ന് പറയുന്നത് അതൊരിക്കലും ഒരു ന്യായീകരണമോ അല്ലെങ്കിൽ അതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാനും പറ്റുന്നില്ല. കാര്യം കഞ്ചാവ് കേസായിട്ട് പുള്ളിയെ പിടിക്കുന്ന ആദ്യത്തെ വട്ടമല്ല, ഇത് 2ാമത്തെ വട്ടമാണ്. 2022 ഒന്ന് നോക്കിയിട്ടുണ്ട്, പിന്നെ 2025. ഈ 2022 തൊട്ട് 2025 വരെ അന്നേരം ഇദ്ദേഹം ഇത് യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പൊ എന്താണെങ്കിലും പുള്ളിക്ക് ഇതൊരു തിരിച്ചറിവാവാൻ സഹായിക്കുമെങ്കിൽ നല്ല കാര്യം, കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷെ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഒരു കാര്യം പറയാനുള്ളൂ, ഈ സപ്പോർട്ട് എന്നും കാണണം. നാളെ ചവിട്ടിട്ടേക്കാൻ നിൽക്കരുത്. കാര്യം ഓരോരുത്തരെ ഇങ്ങനെ അകമഴിഞ്ഞ് സപ്പോർട്ട് ചെയ്ത് കാണുമ്പോൾ കുറെ കാലം കഴിയുമ്പോഴത്തേക്ക് ഇവർ ഈ സപ്പോർട്ട് ചെയ്ത ആളുകൾ തന്നെ കല്ലെറിഞ്ഞ അല്ലെങ്കിൽ ചവിട്ടി തേച്ച പല കേസുകളും നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞാണ് ആ ഒരു അവസ്ഥ വേടന് വരാതിരിക്കട്ടെ, ഈ ഒരു സപ്പോർട്ട് എന്തും നിലനിൽക്കട്ടെ. ആ ഒരു സപ്പോർട്ട് ഒരു പൊതുശല്യമായി മാറാതിരുന്നാൽ മതി, വേറെ കാര്യമൊന്നുമില്ല. അപ്പം കൂടുതലൊന്നും പറയല്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. എന്താ മേ ബി ഇതിന്റെ അടിയിലും എനിക്ക് തെറിവിളി ഉണ്ടാവും. സോ ഒരു കുഴപ്പമില്ല, ഞാൻ എന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കും. തെറ്റ് ആര് ചെയ്താലും തെറ്റെന്ന് തന്നെ പറയും. അപ്പൊ ശരിയെങ്കിൽ ബൈ.